ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ബാക്ക് ടു സൈലോൺ ലേണിംഗ് മക്കളെ. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ കഴിഞ്ഞ് ആപ്പിൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിങ്ങളെ എല്ലാവരും ഒരേപോലെ കുഴപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്രോസിംഗ് ഓവറും അതുപോലെ തന്നെ മ്യൂട്ടേഷനും എന്ന് പറയുന്നത്. അപ്പോൾ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സാമിന് ഒരുങ്ങാൻ പറ്റും. നിങ്ങൾ കണ്ടല്ലോ സിലബസിൽ ഈ തവണ വന്ന മാറ്റം കാരണം A+കളുടെ എണ്ണം കുറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് റിസൾട്ടിലും കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ബാച്ചിന് വേണ്ടെങ്കിൽ ഓൾറെഡി മര്യാദയ്ക്ക് ആലോചിച്ച് ചിന്തിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങണം. സോ അതിന് നിങ്ങൾ എന്തായാലും അസ്ത്ര ബാച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ കമ്മിങ് ടു ദ പോയിന്റ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ അച്ഛൻ അമ്മയിൽ നിന്നും നമ്മൾ മക്കൾ ഉണ്ടാവുന്ന ടൈമിൽ അവരുടെ കുറേ സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും അല്ലേ. ഇപ്പൊ ഇതാ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും അമ്മയുടെയും അച്ഛൻ്റെ, അതായത് മമ്മൂട്ടിയുടെ വൈഫിൻ്റെയും രണ്ടാളുടെയും ഫീച്ചേഴ്സ് നമ്മുടെ ദുൽഖറിന് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില ഡിഫറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെയാണ് ലാലേട്ടനും നമ്മൾ നോക്കുമ്പോൾ പ്രണവ് മോഹൻലാലിനും അല്ലേ. അവർ അച്ഛനും മോനും ആണെങ്കിൽ കൂടെ ചില വ്യത്യാസം, മുടി ചിലപ്പം അമ്മയുടെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ, മൂക്ക് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത പുതിയ മാറ്റങ്ങൾ നമുക്ക് മക്കൾക്ക് ഉണ്ടാവുന്നുമുണ്ട്. ഇനി നമ്മുടെ സിബ്ലിങ്സ്, ചേട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തിയിലൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ ഒരേ അച്ഛനും അമ്മയിൽ നിന്ന് ഉണ്ടായവരാണെങ്കിലും നമ്മളെല്ലാം ഒരേപോലെയാണോ? അല്ല. അപ്പോൾ ഓരോ തവണ ഗമീറ്റ് ഉണ്ടാവുമ്പോഴും, അതായത് അച്ഛനും അമ്മയിൽ നിന്നും അച്ഛന് ഏത് ടൈമിൽ നമ്മൾ ഉണ്ടാവാൻ എടുത്ത സ്പേമും എഗ്ഗും അല്ല രണ്ടാമത്തെ കുട്ടി ഉണ്ടാവാൻ നേരത്ത് വരുന്നത്. അത് വേറെ ഒരു സ്പേം ആൻഡ് വേറെ ഒരു എഗ്ഗാണ്. സോ ഓരോ ടൈമിലും ഓരോ പാരൻസിൽ നിന്നും ഉണ്ടാകുന്ന എഗ്ഗ് ഗമീറ്റ് ഫോം ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ആ രണ്ട് പ്രോസസ്സിൽ ഒന്നാമത്തേതാണ് ക്രോസിംഗ് ഓവർ എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഈ ക്രോമസോം മുറിഞ്ഞു മാറലിന് സംഭവിക്കുന്നതെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് രണ്ട് ഹോമോലോഗസ് ക്രോമസോമുകളാണ്. നമ്മൾ ഇവരെന്താ പറയുക? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയും. ഈ ഹോമോലോഗസ് ക്രോമസോംസിന്റെ പ്രത്യേകത എന്താ? ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വരൂപ ക്രോമസോമുകൾ എന്ന് നമ്മൾ പറയും. ഈ സ്വരൂപ ക്രോമസോമുകളിൽ നമ്മൾ ഒരു സെറ്റ് ക്രോമസോം എടുക്കുമ്പം അതിൽ ഒരെണ്ണം അച്ഛൻ്റെ അടുത്തുനിന്നും ഒരെണ്ണം നമുക്ക് അമ്മയുടെ അടുത്തുനിന്നും കിട്ടിയതാണ് അല്ലേ. എൻ്റെ 46 സെറ്റ് ഓഫ് ക്രോമസോമിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു സെറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഒരാം അച്ഛൻ്റെ അടുത്തുനിന്നും ഒന്ന് അമ്മയുടെ അടുത്തുനിന്നും നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ തന്നെ ഇവർ രണ്ടും എന്ത് ചെയ്യാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പോവാണ് അവരുടെ ആംസ് തമ്മിൽ. ഇവിടെ നോക്കാം, വൈറ്റ് ആൻഡ് പിങ്കും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണാം. അപ്പം ഈ കാണുന്ന രീതിയിൽ ഒരു എക്സ് ഷേപ്പിൽ ഒരു കയാസ്മ ഫോർമേഷൻ നടക്കും. ഈ പോയിന്റിനെ നമ്മൾ പറയുന്നത് കയാസ്മ എന്നാണ്. ഈ കയാസ്മ രൂപപ്പെടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? കയാസ്മ എന്നാണ് നമ്മൾ പറയുക കേട്ടോ, കയാസ്മ. ഈ കയാസ്മ രൂപപ്പെടുന്ന സമയത്ത് ആ എക്സ് പോയിന്റ് ഫോം ചെയ്യും. ഈ എക്സ് പോയിന്റിൽ വെച്ചിട്ട് ഇവർ മുറിഞ്ഞിട്ട് കണ്ടോ, യെല്ലോ പീസസ് പിങ്കിനോടും ചേരും, പിങ്ക് പീസസ് ഇപ്പുറത്ത് യെല്ലോയിനോടും ചേരും. ഈ ലൈറ്റ് ഗ്രീൻ കളർ എന്ത് ചെയ്തു? ഇവിടേക്കും വന്നു, വൈറ്റ് ഇപ്പുറത്തോട്ടുമായി. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോമിൽ എക്സ് ഷേപ്പിൽ കയാസ്മ രൂപം കൊള്ളും. ആ എക്സ് ഷേപ്പിൽ ഇത് രണ്ടാളും മുറിഞ്ഞ് പീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇതാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവറിൽ നടക്കുന്നത്. അപ്പം പുരുഷന്മാരിൽ ഈ സ്പേം ഉണ്ടാകുന്ന ടൈമിൽ നടക്കുന്ന മിയോസിസ്, ഇനി സ്ത്രീകളിൽ എഗ്സെൽ ഫോം ചെയ്യുമ്പോൾ നടക്കുന്ന മിയോസിസ്. ഈ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം നടക്കുമ്പോഴാണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പോൾ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം, ഐഡന്റിക്കൽ ക്രോമസോം, രണ്ടും പാരലായിട്ട് നിൽക്കുന്ന ഐഡന്റിക്കൽ ക്രോമസോം തമ്മിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ് ടു ആൻ ഓർഗാനിസം. എൻ്റെ ക്രോമസോമിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ക്രോമസോം ഉണ്ട്. അവർ രണ്ടുപേരും ഐഡന്റിക്കൽ ആയിട്ടാണ് ഉണ്ടാവുക. അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത് ഫോർ ന്യൂ കോമ്പിനേഷൻ. അപ്പോൾ സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുകയാണ്. ഈ കാണുന്ന എന്താണ്? സമരൂപ ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കൈമാറ്റം നടത്തുന്നു. പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് പെയർഡ് ക്രോമസോം ഈസ് കോൾഡ് എ കയാസ്മ. ക്രോമാറ്റിഡ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ബ്രോക്കൺ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എക്സ് ഷേപ്പ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് യെല്ലോ കളറും ഇത് പിങ്ക് കളറും ആണെങ്കിൽ അടുത്ത തവണ ഇത് മുറിഞ്ഞു വരുമ്പോൾ ഈ യെല്ലോയിൻ്റെ കൂടെ പിങ്കും ഈ പിങ്കിൻ്റെ കൂടെ യെല്ലോയുമായി
ഇങ്ങനെയാണ് മുറിഞ്ഞു മാറുന്നത്. ആ മുറിഞ്ഞു മാറൽ എന്ത് സംഭവിച്ചു? നമ്മളിപ്പോൾ ഒരു ജീനിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ യെല്ലോ നോക്കുകയാണ്, GATC ആൻഡ് ATGC ആണെന്ന് വിചാരിക്കാം. ഇപ്പം അതെങ്ങനെയായി? GAGC എന്നായി, ഇവിടെ ATTC എന്നായി. കണ്ടോ? അപ്പം എന്തായി? അവിടെ ഉണ്ടായിരുന്ന ജീനുകളുടെ ലെറ്റേഴ്സുകൾ തമ്മിൽ മാറി, അവിടെ ഉണ്ടായിരുന്ന നൈട്രജൻ ബേസുകളുടെ സീക്വൻസസിന്റെ അറേഞ്ച്മെന്റ് തമ്മിൽ മാറി. ഇതാണ് ഈ ഒരു ക്രോസിംഗ് ഓവറിൽ നടക്കുന്നത്. അപ്പൊ ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം എന്ത് ചെയ്യാണ്? കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇത് ഏത് പ്രോസസ്സിലാണ് നടക്കുന്നത്? മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗമാണ്. സോ എക്സ്ചേഞ്ച് കോസ് റീകോമ്പിനേഷൻ ഓഫ് അലിൽ. ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അലിലുകൾ തമ്മിൽ മാറ്റം വരുന്നു. അതാണ് ഞാനിപ്പോൾ ലെറ്റേഴ്സ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ കൈമാറ്റത്തോടെ അലിൽ പുനർസംയോജനം നടക്കുന്നു. ന്യൂ ട്രൈറ്റിന്റെ ഓഫ്സ്പ്രിംഗ്. ഇതുവഴി ഉണ്ടാകുന്ന സ്പേമും എഗ്ഗും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയിൽ പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ, വേരിയേഷൻസ്, വ്യതിയാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇനി ഫേസസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്വർ. ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ഏതാണ്? ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ഏതാ മക്കളെ? ക്രോസിംഗ് ഓവർ നടക്കുന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു, മിയോസിസ് ആണ്, ഊനഭംഗം. മിയോസിസ് ആണ് ഊനഭംഗം. ആൻഡ് പ്രോസസ് ഓഫ് ക്രോസിംഗ് ഓവർ നമ്മൾ പറഞ്ഞു, കയാസ്മ ഫോം ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? പെയേഴ്സ് തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പോയിന്റ് നല്ല രീതിയിൽ പഠിക്കണം, 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. റോൾ ഓഫ് ക്രോസിംഗ് ഓവർ ഇൻ ഫോർമേഷൻ ഓഫ് വേരിയേഷൻ. വ്യതിയാനം രൂപപ്പെടുന്നത് ക്രോസിംഗ് ഓവറുടെ പങ്ക്. എന്താ സംഭവിക്കുന്നത്? ജീനുകൾ, അലിലുകൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എന്തായാലും അവിടെ വ്യതിയാനം ഉണ്ടാവുന്നു. ഇനി ഇത് കൂടാതെ തന്നെ വരുന്ന രണ്ടാമത്തെ ഒരു ടൈപ്പ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും. മ്യൂട്ടേഷനിൽ സംഭവിക്കുന്ന എന്താ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓർഗാനിസം. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം എവിടെയെങ്കിലും ഒരു UV റേഡിയേഷൻ ഒക്കെ അടിച്ചു. UV റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സൂര്യാഘാതം ഒക്കെ ഏറ്റെടുത്ത് ആ സമയത്ത് ജീനിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ആ ചേഞ്ച് ജീനിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പം കുട്ടിയിലേക്കും എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ആകാം. അതിനെയാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ UV റേഡിയേഷൻ ഒക്കെ അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫ്രാക്ഷൻ കെമിക്കലോ ഒക്കെ വഴി ഇതുപോലെ ജീനിന് മാറ്റം വരുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ TA എന്നുള്ളത് AT ആയി മാറി. അപ്പം എന്തായി? ജീനിൽ ചേഞ്ച് വന്നു. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ആള് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ തന്നെ ഉണ്ടാക്കുന്നത് മാറ്റം വരും. അപ്പം ചെറിയ ഒരു അലിൽ അല്ലെങ്കിൽ നൈട്രജൻ ബേസിൽ മാറ്റം വന്നാൽ ഉണ്ടാക്കുന്ന പ്രോട്ടീനിൽ ഡിഫറൻസ് വരും. അങ്ങനെ അതിനുള്ള വ്യത്യാസം കാണാൻ നമുക്ക് സാധിക്കും. സോ ഇറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ എറേഴ്സ്. DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകൊണ്ട്, തകരാറുകൾ കൊണ്ടാവാം. കെമിക്കൽസ്, റേഡിയേഷൻസ്, ഈ പറയുന്ന രാസവസ്തുക്കൾ, വികിരണങ്ങൾ കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ വരുന്നത്. ഇറ്റ് കോസ് ചേഞ്ചസ് ഇൻ ജീൻ ആൻഡ് ജീൻസ് ആർ ട്രാൻസ്ഫർ ത്രൂ ജനറേഷൻ ലീഡ്സ് ടു വേരിയേഷൻ. മ്യൂട്ടേഷൻ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ പരിണാമത്തിനൊക്കെ കാരണമാകുന്ന ഒരു പ്രോസസ്സാണ് മ്യൂട്ടേഷൻ, വ്യതിയാനം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്താകാം? മ്യൂട്ടേഷൻ അല്ലെങ്കിൽ വ്യതിയാനം സംഭവിക്കാം. അപ്പം അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും പഠിച്ചു വെച്ചോളാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ കാരണങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് മ്യൂട്ടേഷന്റെ കാരണങ്ങൾ എന്നുള്ളത്. ഈ 2 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. വ്യതിയാനത്തിന് കാരണം എന്താണ്, മ്യൂട്ടേഷന് കാരണം എന്താണ് എന്നുള്ളത്. ഇനി മിസ് 2 ക്വസ്റ്റ്യൻസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരികയാണ്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ആ എക്സ് ഷേപ്പിൽ ഫോം ചെയ്യുന്ന പോയിന്റിന്റെ പേരെന്താണ് എന്ന് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ മ്യൂട്ടേഷന് കാരണം, വാട്ട് ആർ ദ റീസൺസ് ഫോർ മ്യൂട്ടേഷൻ, മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേഗം തന്നെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ. സൂപ്പർ ഡൂപ്പർ ആയിട്ട് പഠിക്കാം. സോ ബൈ.